മുഖ്യമന്ത്രിയുടെ മകൾ വീണ വിജയനെതിരായ മാസപ്പടി ആരോപണത്തിൽ കേന്ദ്ര ഏജൻസി അന്വേഷണം തുടങ്ങി. CMRL കമ്പനിയുടെ ആലുവ കോർപ്പറേറ്റ് ഓഫീസിലാണ് പരിശോധന നടന്നത്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടീം ഡെപ്യൂട്ടി ഡയറക്ടർ അരുൺ പ്രസാദിന്റെ നേതൃത്വത്തിലാണ് പരിശോധന നടന്നത്. ആദായനികുതി വകുപ്പും റവന്യൂ ഏജൻസികളും അന്വേഷിച്ചിരുന്ന വീണ വിജയന്റെ എക്സാലോജിക് കമ്പനിക്കെതിരായ പരാതിയാണ് വൻകിട സാമ്പത്തിക വഞ്ചന കേസുകൾ അന്വേഷിക്കുന്ന കേന്ദ്ര ഏജൻസിയായ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ് ഏറ്റെടുത്തിരിക്കുന്നത്. വീണ വിജയൻ മാസപ്പടി വാങ്ങിയതടക്കമുള്ള പരാതികളാണ് SFIO അന്വേഷിക്കുക. ഇതുമായി ബന്ധപ്പെട്ട രേഖകളാണ് ഇന്ന് ആലുവയിൽ നടത്തിയ പരിശോധനയിൽ അന്വേഷണ വിധേയമാക്കുന്നത്. പ്രതികൾ കുറ്റക്കാരാണെന്ന് തെളിഞ്ഞാൽ അറസ്റ്റ് നടപടികളിലേക്ക് കടക്കാൻ SFIOയ്ക്ക് കഴിയും. കോർപ്പറേറ്റ് മന്ത്രാലയത്തിലെ ഉയർന്ന ഉദ്യോഗസ്ഥരടങ്ങിയ 6-അംഗ സംഘത്തിനാണ് അന്വേഷണ ചുമതല. അരുൺ പ്രസാദിനെ കൂടാതെ അഡീഷണൽ ഡയറക്ടർ പ്രസാദ് അദല്ലി, K പ്രഭു, A ഗോകുൽനാഥ്, KMS നാരായണൻ, വരുൺ BS എന്നിവരാണ് സംഘത്തിലുള്ളത്. നേരത്തെ SFIO അന്വേഷണത്തിന് തടസ്സമില്ലെന്ന് ഹൈക്കോടതി വ്യക്തമാക്കിയിരുന്നു. അതേസമയം വിഷയത്തിൽ കേന്ദ്ര സർക്കാർ നിലപാട് വ്യക്തമാക്കാത്തതിൽ ഹൈക്കോടതി അതൃപ്തി രേഖപ്പെടുത്തുകയും ചെയ്തു. ഈ മാസം 12-ന് കേസ് വീണ്ടും പരിഗണിക്കുന്നുണ്ട്. എക്സാലോജിക് സ്വകാര്യ സ്ഥാപനത്തിൽ നിന്ന് പണം വാങ്ങിയത് ചട്ടലംഘനമാണെന്ന് ROC കണ്ടെത്തിയിരുന്നു. സംസ്ഥാന വ്യവസായ വകുപ്പിന് കീഴിലുള്ള ISTIC, KSIDC എന്നിവയും അന്വേഷണ പരിധിയിലുണ്ട്. 8 മാസത്തിനകം അന്വേഷണം പൂർത്തിയാക്കാനാണ് SFIOയ്ക്ക് കേന്ദ്രം നൽകിയിരിക്കുന്ന നിർദ്ദേശം. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരായ SFIOയുടെ അന്വേഷണം പിണറായി വിജയനെ ഉന്നമിട്ടാണെന്ന വിലയിരുത്തലിലാണ് CPM. അന്വേഷണത്തെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടാനാണ് CPM സെക്രട്ടേറിയറ്റിന്റെ തീരുമാനം. അമൃത ന്യൂസ്, കൊച്ചി.